KSEB ഓഫീസേഴ്സ് അസോസിയേഷൻ അതേപോലെ വർക്കേഴ്സ് അസോസിയേഷൻ ഇവരുടെയൊക്കെ നിരന്തരമായ സമ്മർദ്ദം മൂലം KSEB ഇപ്പം സബ് എഞ്ചിനീയർ അസിസ്റ്റന്റ് എഞ്ചിനീയർ തുടങ്ങിയ പോസ്റ്റുകളിലൊക്കെ കുറച്ചധികം വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടും അതിലേക്ക് എന്താ അപ്പോയിന്റ്മെന്റ് ഒക്കെ നടന്നിട്ട് ഇപ്പൊ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ നടക്കുവാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. അതുകൂടാണ്ട് നമ്മളിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന പല എഡിറ്റോറിയലുകളും നോക്കുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു എഡിറ്റോറിയലുകളും എന്ത് ചെയ്യാം ഈ ഇങ്ങനത്തെ കാര്യങ്ങളിൽ അതായത് ആ, പല അധികാരികളുടെയും കണ്ണു തുറപ്പിക്കാൻ വേണ്ടി ഇതേപോലുള്ള എഡിറ്റോറിയലുകൾ എന്ത് ചെയ്യാം ഒരു പ്രധാനമായ പങ്ക് വഹിക്കുന്നുണ്ട്. നമ്മൾക്കറിയാം ഇതിപ്പോ KSB മാത്രമല്ല ബാക്കിയുള്ള പല കാര്യങ്ങളും ഇതേപോലെയുള്ള എഡിറ്റോറിയലുകൾ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ തന്നെയാണ്. അപ്പൊ അങ്ങനെ വന്ന ഈ കഴിഞ്ഞ 2 മാസത്തിൽ വന്ന പല എഡിറ്റോറിയലുകളും നമുക്ക് നോക്കാം. ഇതിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു എഡിറ്റോറിയലാണ് ഒഴിവ് പുറത്തുവിടാതെ KSEB ഷോക്ക് 30,321 തസ്തികയ്ക്ക് അംഗീകാരം ലഭിച്ചിട്ടും അതിലും എത്രയോ കുറവ് ബോർഡ് ജീവനക്കാരുമായിട്ടാണ് വൈദ്യുതി ബോർഡിന്റെ പ്രവർത്തനം. എന്തൊക്കെയാണ് നിലവിൽ നമുക്ക് നോക്കാം. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇത് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇലക്ട്രിസിറ്റി വർക്കർ നിയമനം തുടങ്ങണം. അതായത് ഇതൊരു പോസിറ്റീവായിട്ട് KSEB എന്താ പറയണ്ടേ നിയമന നിരോധനത്തിന് അറുതി വരുത്തി വിവിധ തസ്തികൾക്ക് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പോസിറ്റീവായിട്ട് തുടങ്ങിയിട്ട് പിന്നെ എന്ത് ചെയ്തേക്കുന്നത് ഇലക്ട്രിസിറ്റി വർക്കർ അല്ലെങ്കിൽ മസ്ദൂറിന്റെ പോസ്റ്റിലേക്ക് എന്ത് ചെയ്യാം ഒരു വിജ്ഞാപനം പ്രസിദ്ധീകരിക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞ ഒരു എഡിറ്റോറിയലായിരുന്നു ഇത്. പിന്നെ കഴിഞ്ഞ ദിവസം വന്നൊരു എഡിറ്റോറിയലാണിത് ഒഴിവ് പുറത്തിടാതെ KSB ഷോക്ക്. ഇതിപ്പോ പറയുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് പല ഇതിലും എന്ത് ചെയ്യാം ഇതേപോലെ എഡിറ്റോറിയലുകൾ വരുന്നുണ്ട്. ഓക്കെ അപ്പൊ ഇതേപോലുള്ള പല എഡിറ്റോറിയലുകൾ എന്ത് ചെയ്യാം നമുക്ക് നോക്കാം. ഇതിൽ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന എഡിറ്റോറിയലാണ് ഇത് നമുക്ക് നോക്കാം. വിരമിക്കുന്ന ജീവനക്കാർക്ക് പകരം നിയമനം നടത്തി വൈദ്യുതി ബോർഡിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ നടപടി ഉണ്ടാവണം. ഈ വർഷം മെയ് 31-നകം 1522 ജീവനക്കാരാണ് വൈദ്യുതി ബോർഡിൽ നിന്ന് വിരമിക്കുന്നത്. തസ്തികകളുടെ പുനഃസംഘടന പൂർത്തിയാക്കിയ ശേഷം മാത്രം ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്താൽ മതി എന്ന നിലപാട് തൊഴിലന്വേഷകരെ പ്രതിസന്ധിയിലാക്കും. ബോർഡിന്റെ പ്രവർത്തനങ്ങളെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ നിർദ്ദേശാനുസാരം KSEB നടത്തിയ പഠനത്തിന്റെ ശുപാർശ അനുസരിച്ച് 30,321 തസ്തികകൾ കമ്മീഷൻ അംഗീകാരം നൽകിയിരുന്നു. എന്നാൽ ഇത്രയും ജീവനക്കാരെ പോലും നിലനിർത്തിയിട്ടില്ല. 2024 മാർച്ച് 31 വരെ 28,157 ജീവനക്കാരാണ് ബോർഡിൽ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ മെയ് 31 വിരമിക്കലിനെ തുടർന്ന് 26,797ആയി. ഡിസംബർ 26,489 പേരായി. ഈ വർഷം മെയ് 31 വിരമിക്കൽ കൂടി കഴിഞ്ഞാൽ ജീവനക്കാർ 25,000 താഴെയാകും. മെയ് 31-നകം ഏറ്റവും കൂടുതൽ പേർ വിരമിക്കുന്നത് വർക്ക്മാൻ തസ്തികയിലാണ് 1,005 പേര്. 417 ഓഫീസർമാരും 50 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരും 36 എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരും 10 ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർമാരും 4 ചീഫ് എഞ്ചിനീയർമാരും വിരമിക്കുന്നു. അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ സബ് എഞ്ചിനീയർ ജൂനിയർ അസിസ്റ്റന്റ് കാഷ്യർ മീറ്റർ റീഡർ ഇലക്ട്രിസിറ്റി വർക്കർ തുടങ്ങിയ തസ്തികകളിലാണ് KSEB PSCB പ്രധാനമായി നിയമനം നടത്തുന്നത്. ഇതിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ സബ് എഞ്ചിനീയർ തസ്തികകൾ റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ട്. ജൂനിയർ അസിസ്റ്റന്റ് കാഷ്യർ തസ്തികയിൽ കമ്പനി കോർപ്പറേഷൻ ബോർഡ് അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റിൽ നിന്നാണ് നിയമനം നടന്നത്. ഈ ലിസ്റ്റ് നിലവിലുണ്ട്. മീറ്റർ റീഡർ ഇല്ല. ഇലക്ട്രിസിറ്റി വർക്കർ തസ്തികയിൽ റാങ്ക് ലിസ്റ്റ് നിലവിലില്ല. ഇലക്ട്രിസിറ്റി വർക്കർ എന്ന് പറഞ്ഞാൽ ഇപ്പം ജൂനിയർ ടെക്നീഷ്യൻ തസ്തികയിൽ PSCയുടെ വിജ്ഞാപനം വന്നിട്ട് 14 വർഷം കഴിഞ്ഞു. ഈ തസ്തികയുടെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്ത് PSCക്ക് വിജ്ഞാപനം വൈകില്ല. PSC വഴി നിയമനം പ്രതീക്ഷിച്ച് നൂറുകണക്കിന് റാങ്ക് ഹോൾഡർമാർ കാത്തിരിക്കുമ്പോൾ അപ്രഖ്യാപിത നിയമന നിരോധനം തുടർന്ന് അംഗീകരിക്കാനാവില്ല. അവശ്യ തസ്തികകളിലേക്കുള്ള നിയമന നടപടികൾ എത്രയും വേഗം പുനരാരംഭിക്കാൻ ബോർഡ് മുൻകൈ എടുക്കണം. ഇതാണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു എഡിറ്റോറിയൽ. ഓക്കെ അപ്പം ഇതിലിപ്പം നമുക്കിപ്പം മെയ് 31 ഇപ്പം 1000 സംതിങ് വർക്കേഴ്സ് വിരമിക്കുന്നുണ്ടെന്നല്ലാണ് പറഞ്ഞിരിക്കുന്നത്. മെയ് 31 ശേഷം 1,005 പേർ വർക്ക്മെൻ തസ്തികയിൽ വിരമിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു 4,500 മറ്റോ ആണ് ടോട്ടൽ വേക്കൻസീസ് അവിടെ ഉണ്ടാവാൻ സാധ്യത. ഓക്കെ അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നമുക്കൊന്ന് മെയ് മാസം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ ഒരു ആ, പുനഃസംഘടന ഒക്കെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ വർക്ക്മെൻ തസ്തികയിൽ ഒരു നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അറിയില്ല. അപ്പോഴെന്താ നോട്ടിഫിക്കേഷൻ എന്തായാലും വർക്ക്മെൻ തസ്തികയിൽ വരേണ്ടതാണ്. കാരണം എന്താ വെച്ചാല് വർക്ക്മെൻ തസ്തികയിൽ ഒഴിഞ്ഞു കിടന്നിട്ട് അവിടെ വേറൊന്നും നമുക്ക് അവിടെ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. വർക്ക്മെൻ ഇല്ലാന്നുണ്ടെങ്കിൽ വേറൊന്നും ചെയ്യാനാവില്ലല്ലോ അവിടെ. അപ്പോ വർക്ക്മെൻ തസ്തികയിൽ നോട്ടിഫിക്കേഷൻ എന്തായാലും വരേണ്ടതാണ്. ഓക്കെ ഒരു 4,500 വേക്കൻസീസ് ഉണ്ടാവും. ഓക്കെ അപ്രോക്സിമേറ്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ കൃത്യമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട് എത്ര വേക്കൻസിയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ അപ്പോ ഇതേപോലുള്ള പല എഡിറ്റോറിയലുകളും എന്ത് ചെയ്യാം ഇതേപോലെയുള്ള നോട്ടിഫിക്കേഷൻ കാര്യങ്ങളിലോ അതേപോലെ എന്താ പറയണ്ടേ എല്ലാവരുടെയും കൂടുതൽ എഫേർട്ട് എന്ത് ചെയ്യാം
ഇങ്ങനെ നോട്ടിഫിക്കേഷൻ ഇറക്കാനൊക്കെ ഇതേപോലുള്ള എഡിറ്റോറിയൽ എന്ത് ചെയ്യാം സഹായകമാകുന്നുണ്ട്. അപ്പൊ ചെറിയൊരു വീഡിയോ ആണ്. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് കണ്ടപ്പോ ജസ്റ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ ഇത് കൂടുതൽ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് അറിയാന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ എന്ത് ചെയ്യാം കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.